അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ ധനം അത് നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്ന് സൂറത്തുൽ ബഖറ ആയത്ത് 261 അള്ളാഹു ഒരു ഉപമയിൽ കൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാമേ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ധാന്യമണിയോടാകുന്നു. അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു, ഓരോ കതിരിലും 100 ധാന്യമണിയും. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകുന്നു. അള്ളാഹു വിപുലമായ കഴിവുകളുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. അള്ളാഹു പറയുന്നത് കേട്ടില്ലേ? അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകുന്നു. അപ്പോൾ നമ്മളുടെ ധനം നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമുക്കത് ഇരട്ടിയായിട്ട് അള്ളാഹു വർദ്ധിപ്പിച്ചു തരണമെങ്കിൽ നമ്മളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. നമ്മളുടെ ബന്ധുക്കളോ നമ്മളുടെ സ്വന്തക്കാരോ നമ്മളുടെ അയൽവാസികളോ ഒക്കെ ദാരിദ്ര്യത്താലോ രോഗത്താലോ ഒക്കെ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ അവരെ കണ്ടില്ല എന്ന് നടിക്കരുത്. നമ്മളെ കൊണ്ട് ആകുന്ന സഹായം, ചിലപ്പോൾ നമുക്കൊരു ഭക്ഷണം കൊണ്ട് സഹായിക്കാൻ കഴിയും. ചിലപ്പോൾ നമ്മളുടെ ഒരു മനുഷ്യ സഹായം കൊണ്ട്, അതായത് അവരെ ഒന്ന് പിടിച്ചു നടത്താനോ ഒന്ന് ഭക്ഷണം വാരി കൊടുക്കാനോ ഒക്കെയുള്ള നമ്മളുടെ ഒരു സഹായം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഓപ്പറേഷനുകളൊക്കെ ആവശ്യമായ പണം നൽകിയോ ഒക്കെ നമ്മൾ സഹായിക്കുമ്പോൾ ആ സഹായം നമുക്ക് ഇരട്ടിയായിട്ട് അള്ളാഹു നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചു തരും. അപ്പം നമ്മുടെ ധനം നമ്മൾ വിനിയോഗിക്കേണ്ടത് സക്കാത്ത് നൽകിയോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നല്ല നന്മ വരുന്ന ഏത് കാര്യത്തിനും നമുക്ക് നമ്മുടെ പണം വിനിയോഗിക്കാം. അങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്ന പക്ഷം അള്ളാഹു നമുക്കത് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു തരുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഉപമ നമ്മളെപ്പോഴും മനസ്സിൽ ഓർക്കുക. നമ്മൾ കുറേ കാറ് വാങ്ങിയിട്ടോ ആഡംബരം കാണിച്ചിട്ടോ പൊങ്ങച്ചോ കാണിച്ചിട്ടോ കാര്യമില്ല. നമ്മുടെ പൈസ ചിലവായി പോകത്തേ ഉള്ളൂ. അതൊരിക്കൽ തീർന്നു പോകും. പക്ഷെ അള്ളാഹു തരുന്ന ധനം അതൊരിക്കലും തീർന്നു പോകില്ല. അസ്സലാമു അലൈക്കും.